നമ്മളെ പുതിയ വീഡിയോ വ്ലോഗാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ആണ് നമ്മളൊരു വ്ലോഗ് എടുക്കുന്നത്. അതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്കാണ് പോകുന്നത്. ഇന്ന് നൂൽപുട്ടും ബാജിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത്. വെള്ളം ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ചൂടാക്കി ഉപ്പിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കട്ടെ. നല്ല തിളക്കുന്ന വെള്ളമാണ്. ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. സ്പൂൺ കൊണ്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൈ നല്ല ചൂടായിരിക്കും. ബാജി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തൊലി കളഞ്ഞ് വെച്ച പച്ചക്കറികളെല്ലാം ഇടാം. അതിലൊന്ന് കുക്കറിലേക്ക് മുറിച്ചിടാം. പിന്നെ വേഗം ഇത് മുറിച്ചൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ബാജിക്കറി ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് നൂൽപുട്ടുണ്ടാക്കി ചായ കുടിക്കാം. പിന്നെ നൂൽപുട്ടിനെല്ലാം ചെറുപയറും കടലയെല്ലാം ഉണ്ടാക്കുക. പക്ഷെ എൻ്റെ മക്കൾക്ക് അതൊന്നും വേണ്ട. എൻ്റെ മക്കൾക്ക് ബാജിക്കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്തിനും ബാജിക്കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ബാജിക്കറിയാണ് കൂടുതലും വെക്കല്. ചെറുപയറും കടലയൊന്നും ഇവർ കഴിക്കില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ബാജിക്കറി ഉണ്ടാക്കിയിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ വിരിക്കാം. തേങ്ങ വിരിച്ചിട്ട് തേങ്ങ വേണം. കത്തൊന്നുമില്ല. തണുപ്പ് കാലത്തുള്ള ഒരു അലോസരമായത് തീപ്പെട്ടി അരച്ചിട്ട് തന്നെ കത്തിക്കണം. തണുപ്പിന് എപ്പോൾ ഉള്ളതാണ് ഈ ഒരു ഗ്യാസിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. തീപ്പെട്ടിയും കത്തൂല. തീപ്പെട്ടിയും കത്തുന്നില്ല. എന്ത് കഷ്ടമാണോ. നോക്കട്ടെ തീപ്പെട്ടി, വേറെ തീപ്പെട്ടി കിട്ടുമോ നോക്കട്ടെ. കിട്ടുന്നില്ല. ഇതന്നെ ഇട്ടത്. അയ്യോ ടൈമായി. ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. തീപ്പെട്ടി ഒരു ഓടി കത്തൂല. ലൈറ്ററും രാവിലെ തന്നെ കത്തൂല. കുറച്ച് ചൂടായി കഴിഞ്ഞാലേ എല്ലാം കത്തൂല. നമുക്ക് ഇതെടുക്കാം. അതിന്റെ പേരെന്നാ പറയും? ഇത് നമുക്ക് നൂൽപുട്ടിന്റെ അച്ച്. ഇതാണ് ഗൈസ് നൂൽപുട്ടിന്റെ അച്ച്. ഒന്ന് അതിന്റെ ഊർജ്ജ പേര് ഇപ്പൊ അമ്മ പറയും. അതിന്റെ ഊർജ്ജ പേരെന്നാ? ഇതിന്റെ പേര് സേവനാഴി എന്ന് ആൾക്കാർ പറയുന്നത്. നമ്മള് നൂൽപുട്ടിന്റെ അച്ച് എന്നാണ് പറയല്. സേവനാഴി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ സംഭവം എല്ലാം ഉരുട്ടിയിട്ട് ഇതിനുള്ളിൽ കയറ്റണം. എടുത്തിട്ട് ഇതിൻ്റെ അകത്താക്കുക. പിന്നെ എല്ലാവരും ഇഡലിത്തട്ടില് ഇഡലി പാത്രത്തിൻ്റെ അകത്തെല്ലാം വെച്ചിട്ട് മറ്റേ ഇഡലി ഉണ്ടാക്കുന്നതിലെല്ലാം വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. പക്ഷെ ഞാൻ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിലാണ് ഞാൻ ഇത് ഇറക്കിയിടുക. അതെന്ന് പറഞ്ഞത് പ്ലേറ്റിൽ ഇറക്കിയാലാണ് എളുപ്പം എന്നാണ് അമ്മ പറഞ്ഞത്. കാരണം പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുമോ, മറ്റേ ഇളക്കിയെടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഇത് തേങ്ങ ഇട്ടിട്ടെല്ലാം ഉണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം. എൻ്റെ മക്കള് അതും വേണ്ട, തേങ്ങയും വേണ്ട. വെറുതെ അരി ഇങ്ങനെ പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഈ തേങ്ങ എന്ന് പറഞ്ഞ സാധനം അത്ര വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ലേ, അതുകൊണ്ടാണ്. കാരണം ഈ നൂലിപ്പുട്ടിലിടുന്ന സമയത്ത് തേങ്ങ എന്തോ കാരണം എന്താന്ന് വെച്ചാല് ഇന്ന് എല്ലാരും കാണാൻ വിചാരിക്കില്ലേ വീട്ടില് തേങ്ങ ഇല്ലാഞ്ഞിട്ടാണ്. നമുക്ക് തേങ്ങയിലുണ്ടേ, ഇവർക്ക് വേണ്ടാത്തത് കൊണ്ട് മാത്രമാണ്. ഈ തേങ്ങ ഇടാണ് തന്നെ ടേസ്റ്റ്. ഈ കറീൻ്റെ കൂടെ തിന്നുന്ന സമയത്ത് മധുരം മിക്സ് ആവുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇവർക്കെല്ലാം സ്പെഷ്യലാണ്. എന്തുണ്ടാക്കി കൊടുത്താൽ കഴിക്കുന്ന മക്കളൊന്നല്ല. എൻ്റെ അടുത്ത് എത്തിക്കാൻ
ഒരു പുറത്ത് പോയിട്ട് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. രണ്ടാളും രണ്ട് സ്ഥലത്ത്. നമുക്ക് നമ്മളെ വീട്ടിൽ നിന്നല്ലേ എല്ലാ കളിയും കളിക്കാൻ പറ്റില്ല, അല്ലാണ്ട് എന്താണെന്ന് വേറെ സ്ഥലത്ത് പോയാൽ ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അതിൻ്റെ വലിയാട് ഞാനും ഇവരിങ്ങനെ ഇങ്ങനെ പറയുന്നത് അതുപോലെ ഞാനും ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പൊ കാണുമ്പോൾ എത്രയേ ഉള്ളൂങ്കിലും അത് കാണുമ്പോൾ ഇതൊരു വലിയതുപോലെ തോന്നുന്നുണ്ടെങ്കിലും അത് ഇത്ര മതി. ഇതൊന്ന് കഴിച്ചാൽ മതി, എത്ര എളുപ്പത്തിലങ്ങ് ആവും. അല്ലാതെ കണ്ട് ഒരുപാട് ഇട്ട് കൊടുത്ത് കുറേ പ്രാവശ്യം വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയാകുമ്പോൾ നമ്മളെല്ലാം ചെയ്യലുണ്ടാവുമായിട്ട് ഇങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങുന്നതിലും നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. അപ്പോൾ എളുപ്പത്തിൽ ഇത് കാര്യം നടന്നു. ഹോട്ടലിൽ നിന്ന് ഇങ്ങനെയാ കിട്ടുന്ന ആരാ പറഞ്ഞേ? ഹോട്ടലിൽ നിന്ന് ഇങ്ങനെയൊന്നുമല്ലല്ലോ. ഹോട്ടലിൽ ഇതിന്റെ വലിപ്പത്തിൽ വലിയ വലിപ്പത്തിൽ കിട്ടില്ലേ, നമ്മള് പിന്നെ ഇതിലാക്കുന്ന പോലെയല്ലല്ലോ. നിങ്ങളെ നാട്ടില് ഹോട്ടലിൽ ഇങ്ങനത്തെയാണ് കിട്ടല്? ഹോട്ടലിൽ കുറച്ച് വലുതാണല്ലോ ഇരുന്ന്. ഇങ്ങനെ ഏകദേശം ഇങ്ങനത്തെ ഒരു വലുതാണോ? വലുത് എന്ന് പറഞ്ഞാൽ ഇത്ര വലുതൊന്നും ഇല്ല, ഒരു ചെറിയ ഇത്ര ചെറിയ സൈസ് ഉണ്ടാവുള്ളൂ. ഇതിന്റെ പകുതി പോലും ഉണ്ടാവില്ല. ഇത് ഇത്ര. ഇത് പക്ഷെ നമുക്ക് ഒന്ന് തിന്നുമ്പോൾ തന്നെ നമുക്ക് ഇതൊന്ന് തിന്നാൽ തന്നെ വയററിയും. അങ്ങനത്തെയാണ്. കാരണം ഇതിന്റെ പേര് നല്ല കറിയെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുട്ടക്കറിയെല്ലാം സെറ്റാണ്. ആ, മുട്ടക്കറിയെല്ലാം സെറ്റാണ്. ബാജിക്കറി ആക്കിയതിന് ആക്കണ്ട പറയാൻ പറ്റുമോ? ഇന്നത്തെ മീൻകറി ഉണ്ട് ഇവിടെ. ഇഡലിത്തട്ടിൽ വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് ഇത് വേവിച്ചെടുക്കാം. മറ്റേതാകുമ്പോൾ നമ്മൾ ഇട്ട വെച്ച് ഇത് തിരിച്ച് അങ്ങനെയല്ല ആക്കണം. ഇതിങ്ങനെ തിരിച്ചിട്ട് 2 പ്ലേറ്റിലാക്കി കഴിഞ്ഞാൽ പഴുക്ക് വഴിയാ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി കൊണ്ടു. ഇത് അത്ര സ്പീഡിലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മെല്ലെ മെല്ലെ ചെയ്താൽ മതി. സ്പീഡ് ചെയ്യാൻ നല്ല കഴിക്കും. ഭയങ്കര ടൈറ്റാണത്. ടൈറ്റ് ഒന്നുമില്ല, ലൂസ് തന്നെയാണ്. പക്ഷെ ഇത് നിങ്ങളെപ്പോഴത്തെ ആൾക്കാർ ഏറ്റവും ഗുണം ചെയ്യാം. ഇത് തിരിച്ചു തന്നിട്ടുണ്ട്. എനിക്കിതിങ്ങനെ ഇത്ര ഈസി ആയിട്ട് കുട്ടിയൊക്കെ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത് തരുന്നത്. നിങ്ങളങ്ങ് ചെയ്തു. ഇത് ചെയ്യുമ്പോ ആരാ പിന്നെ വീഡിയോ എടുക്കുക? നിങ്ങൾ ചെയ്യും. ഇഡലി പാത്രം എടുത്തിട്ട് കുറേ ദിവസമായി ഞാൻ ഇഡലി പാത്രത്തിലൊന്നും ഉണ്ടാക്കാൻ സാധിക്കും. ഇഡലി പാത്രത്തെ പൊടി വെച്ച എടുക്കൂല അധികം ദോശയും പുട്ടും അങ്ങനെ ഉണ്ടാക്കല്. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അപ്പോഴത്തേക്ക് ഭാജിയുടെ ഇത് വെന്ത് കിട്ടും. ഇവിടെ കൊണ്ടുപോയി നോക്കട്ടെ. പെട്ടെന്ന് ആവും ഉണ്ടാവും. മറ്റുള്ളതാകുമ്പോൾ കുറേ ലേറ്റ് ആവും. കുക്കറിൽ എടുക്കുമെന്ന് ഇതെടുത്ത് വെക്കും. അത് ചൂടായിട്ടാകുമ്പോൾ വേഗം ഒന്ന് കുറച്ച് നമ്മളെ തേങ്ങ ബാധിക്ക് വേണ്ടിയിട്ട് പാലെടുക്കാൻ ഒന്ന് മിക്സിയിലെടുത്തിട്ട് അടിച്ച് കൊടുക്കാം. തേങ്ങ ഇടുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് തേങ്ങ വലിയ താല്പര്യമൊന്നുമില്ല. ഇത് ബാജിക്കറിക്കാന്നേ, ബാജിക്കറിക്ക് ഇതിൽ ഞാൻ തേങ്ങ കുറച്ചിടും. ഇത് ബാജിക്കറിക്ക് പാലെടുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. എല്ലാവരും കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഉറങ്ങി എണീറ്റ പാടായതുകൊണ്ട് ആരും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അമ്മ മാത്രമേ ഈ വ്ളോഗിൽ ഉണ്ടാവുള്ളൂ. അത് വേറൊരു കാര്യം. നമ്മളെന്തായാലും എല്ലാവരും കൂടി ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ അതിൻ്റെ പാല് മുഴുവനായിട്ട് കിട്ടും. ചില ആൾക്കാരങ്ങനെ നൂൽപ്പുട്ടിൻ്റെ പുറം തേങ്ങാപ്പാലാവുമല്ലോ കഴിക്കുക. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ തേങ്ങയോട് ഭയങ്കര വെറുപ്പുള്ള മക്കളാണ്. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴിക്കുന്നുണ്ട്, കഴിക്കട്ടെ. അങ്ങനെയൊരു രസം, കാണാനൊരു രസം വേണ്ടേ ഭക്ഷണം കഴിക്കുമ്പോൾ.
അവസാനത്തെ ലുക്ക് ഇതാണ്. ഇത് എടുത്ത് ഇനി അടുപ്പിൽ വെക്കാനുള്ള പരിപാടിയിലാണേ. ഇങ്ങനെ ചെയ്തു നോക്കോ, ഇങ്ങനെ എളുപ്പത്തിലാവുന്ന പരിപാടി ഇത്. രാവിലെ ജോലിക്കെല്ലാം പോകാനുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിലാവും ഇത്. കാരണം ജോലിക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പോവാം, പ്ലേറ്റിലായതുകൊണ്ട് എളുപ്പത്തിലാക്കാം. കുട്ടികളെല്ലാം തിരക്കിട്ട് പോകുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വന്ന് കൊടുത്താൽ. മറ്റേ നൂലുപുട്ടിന്റെ പാത്രത്തിലാണെങ്കിൽ കുറേ എണ്ണത്തിൽ ഇങ്ങനെ ആക്കി ആക്കി സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ടൈം എടുക്കും. ഒരുപാട് പണിയാണ്. ഇതാകുമ്പോൾ ഇതിന്റെ അകത്ത് കുറച്ച് നിറച്ച് വെച്ചിട്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ. അപ്പൊ ഇതാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പം. ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല, കാരണം അതിനേക്കാളും ടേസ്റ്റ് ഇതായിരിക്കും. അതാകുമ്പോൾ കുറച്ച് ബോൾ മാതിരി ഉണ്ടാവും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ പരന്ന് വെക്കും. തിന്നാനും ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും തിരക്കുള്ളവരെല്ലാം. നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചതാണ്, അതുപോലെ നമ്മൾ ചെയ്യുന്നത്. ഇത് പണ്ടേ ഉള്ള സംഭവം തന്നെയാണ്. ഇപ്പൊ ഇവർ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ വെള്ളം ചൂടായി വന്നിട്ടാകുമ്പോൾ ഇനി അടുത്ത പരിപാടി നോക്കണേ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെക്കണം, പ്ലേറ്റിൻ്റെ മുകളിൽ ഇതാക്കിയ സാധനം. ഇഡ്ഡലി പാത്രത്തിൻ്റെ അടുപ്പ് എടുത്തിട്ട് നേരെ എടുത്തത് ഈ സംഭവത്തിന് അടുപ്പിൽ വെക്കണേ. അടുപ്പത്ത് വെച്ചിട്ടാകുമ്പോൾ ഇത് വന്നിട്ടാകുമ്പോൾ നമുക്ക് തിന്നാൻ. കറിയെല്ലാം സെറ്റായി തോന്നുന്നു. കറീൻ്റെ ലാസ്റ്റ് പരിപാടി തോന്നുന്നു. ചൂടായി. ഇനി അപ്പോൾ അതിൻ്റെ അകത്ത് അത് വെക്കണം. ഇനി എത്ര മിനിറ്റാണ്? ഒരു 10 മിനിറ്റാ? അടപ്പിന് പ്രശ്നമുണ്ടേ, കാരണം അത് ഇടുമ്പോൾ നിൽക്കൂല. ഇത് ഊരാനും ഭയങ്കര കഷ്ടപ്പാടാണ്, ഇട്ടാലും നിൽക്കൂല. മലിപ്പിടുത്തം പിടിക്കുന്നുണ്ടാ, അങ്ങനത്തെ അവസ്ഥയാണ്. ഇനി ഇതിപ്പോ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് കൊണ്ടാവുമായിരിക്കും. പിന്നെ വിസിലടിക്കാനൊന്നും ഇല്ലല്ലോ. മൂന്നാക്കി ഈ 2 പോലെ ഒന്നേ തിന്നാൻ പറ്റില്ല എന്തായാലും, കാരണം വിശപ്പപ്പോഴത്തേക്ക് അടങ്ങും. കറിയായാ? കറീൻ്റെ അപ്പം ഏകദേശം പകുതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയും കൂടെ സെറ്റാക്കാൻ പോക്കാണേ. അപ്പം മറ്റേ തേങ്ങ അരച്ച സാധനം എല്ലാം അമ്മ ഇതിൻ്റെ അകത്തേക്ക് ആക്കുന്നുണ്ട്. ജീരകം ഇടൂലേ ഇതിൻ്റെ അകത്ത്? തേങ്ങ പാലെടുക്കുന്നില്ലേ? ഇത് തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നില്ല, തേങ്ങ പാലെടുക്കുന്നില്ലേ? പാലെടുത്തിട്ടല്ലേ എന്താ പിടിക്കുക? മറ്റുള്ള കറിക്കല്ലേ തേങ്ങയും ജീരകവും. അപ്പം ഏകദേശം ഇതിൻ്റെ പരിപാടിയെല്ലാം ആയിട്ടുണ്ടേ. ഇനി അപ്പോൾ അടുത്തത് നമുക്ക് ഈ നൂലിപ്പുട്ടെല്ലാം ആയിട്ടാകുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, കറി റെഡി ആയിട്ടുണ്ട്. കറിക്ക് വറുത്തിടലാണ്. അപ്പോൾ അടുത്ത പരിപാടി എന്നാ? അപ്പോൾ ആദ്യത്തെ ഒന്ന് വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ വെക്കണം, എന്നിട്ട് ചായയും വെച്ചിട്ട് ചായ കുടിക്കണം. ചായ കുടിക്കാൻ ഞാൻ പല്ലൊന്നും തേച്ചില്ല. രോഗി ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഫോൺ നോക്കുന്നതല്ലാണ്ട് പല്ല് കേൾക്കുന്നില്ല. ആ അവസ്ഥ. ഡെങ്കു രോഗിക്ക് എന്താണ് പറയാനുള്ളത്? ഡെങ്കു രോഗി മൈൻഡ് ആക്കുന്നില്ല ഗൈസ്. ഇതണ്ടാ എല്ലാം ഉണ്ട്, കൊതുക് വല സെറ്റപ്പും ഉണ്ട്. എൻ്റെ റൂമാണ് ഇവള് കൈ കയറിയിട്ടില്ലേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്കിപ്പോൾ ഉറക്കം സെറ്റ് ആവുന്നില്ല. ഇത് ഭയങ്കര എൻ്റെ റൂമായിരുന്നു. എൻ്റെ റൂം ഇവള് കൊണ്ടുപോയി. ഇനി ഞങ്ങൾക്ക് അടുത്ത് തന്നെ ഈ റൂം തിരിച്ചു മേടിക്കണം, അങ്ങനത്തെയാണ്. പിന്നെ ഇതാ ഗുഡ് നൈറ്റൊക്കെ ഫുള്ള് ആക്റ്റീവ് മോഡിൽ ഓണാക്കി അടിച്ചുള്ളത് കണ്ട, ആക്റ്റീവ്. ഇതാണ് ഇവർക്ക് വേണ്ടത്, ഈ ചെറുത് പച്ചയിൽ. ഡെങ്കു രോഗി എണീറ്റ് പല്ലേക്കാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമാണ്.
അത് കാണണമെങ്കിലല്ലേ ഓരോ ടൈമിന് എണീറ്റാലേ കാണുള്ളൂ. വലിയ ജോലിക്കാരത്തി, പക്ഷെ പറഞ്ഞൊന്നും കാര്യമില്ല. പല്ലിയേക്കാരും ഒന്നും പണിയൊന്നും എടുക്കൂല, വെറും പഠിച്ചാ. കണ്ടാ പല്ലിയേക്കോ മുഖം പോലും കാണിക്കുന്നില്ല. വലിയ സിനിമ നടിയാന്ന് വിചാരം. ഡെങ്കു ഒന്നും ഇല്ല, ഡെങ്കുവിൽ മാറി. എന്നിട്ട് എന്റെ റൂമിൽ വെറുതെ കടന്നുറങ്ങുന്ന. ഞങ്ങൾക്ക് റൂം വരണ്ടല്ല, അതും വിചാരിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നതാണേ. പക്ഷെ ഒരു ഫുഡ്, ഒരു ചോറ് തിന്നാൻ ഓള് 2 മണിക്കൂർ എടുക്കും. ചോറ് മാത്രമല്ല, അന്നൊരു പപ്സ് തിന്നതിന്റെ കണക്ക് ഇപ്പവും പറയുന്നുണ്ടോള്. ഇതെന്താ ഈ പേസ്റ്റിനെ ചെയ്ത് വെച്ചിന്? ഈ പേസ്റ്റ് എടുത്തിട്ട് നീ ഒന്ന് വീട്ടിന്റെ ചുറ്റും കറങ്ങി വരുമല്ലോ. അപ്പഴത്തേക്ക് നിന്റെ പല്ല് തേപ്പ് കഴിഞ്ഞില്ലേ? ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് പല്ല് തേച്ചിട്ട് വേണം ചായ കുടിക്കാൻ. ചെറിയൊരു പൊടി മഴയുണ്ട്. മഴയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി പല്ലിയേക്കും ഏത് മൂടല്ലേ, സെറ്റാണ്. അത് വേറെ മൂട് തന്നെ. ഇനി പല്ല് തേച്ചിട്ടാണ് ചായ കുടിക്കുക. ചായ കുടിച്ചിട്ട് ഒന്നുമില്ല, വെറുതെ ഇരിക്കണം, ഗെയിം കളിക്കണം, അത്ര തന്നെ. എന്നിട്ട് നാളെ മറ്റന്നാളായിട്ട് കോളേജിലും പോകണം. അപ്പോൾ പല്ല് തേച്ചിട്ട് കാണാം. ഓക്കെ. എൻ്റെ അമ്മ അപ്പുറത്ത് ചായ ആക്കുന്നുണ്ട്. സെറ്റാണ്. നമ്മൾ കാത്തിരുന്ന സാധനം റെഡി ആയിരിക്കുകയാണ്. നൂലിപ്പെട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം അമ്മ ഇതാ പാത്രം കഴുകലാണ്. പാത്രം കഴുകി അവസാനിപ്പിച്ചിട്ടാണ് നമുക്ക് തിന്നാൻ. നൂലിപ്പെട്ടപ്പോൾ ഞാൻ കാണിച്ചത്. 2 നൂലിപ്പെട്ട് മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കി ഒന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ അമ്മേൻ്റെ പാത്രം കഴുകൽ പരിപാടിയും കൂടെ കഴിഞ്ഞാകുമ്പോൾ ചായ കാണിച്ചു തരാമല്ലോ. ബാബാ ണ്ട്. ഇനി ചായ റെഡിയാക്കിയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കുടിക്കും. ഈ അമ്മ ഈ പാത്രം കഴിച്ചാകുമ്പോൾ നമുക്ക് ചായ കുടിക്കുന്നത് കൂടെ കാണിക്കാം. അപ്പോൾ ഫുഡായിട്ടുണ്ട്. 2 കട്ടൻ ചായയും 1 പാൽ ചായയാണ്. ഈ കട്ടൻ ചായ 2 ഒന്ന് ഈനും 1 അമ്മക്കുമാണ്. പിന്നെ ഈ പാൽ ചായ എനിക്ക് കട്ടൻ ചായ ഇറങ്ങില്ല. പിന്നെ നൂലിപ്പിട്ട് എനിക്ക് കഴിക്കണം. അതായത് പിടി അമ്മയും വരാനുണ്ട്. അതിൽ കറി. ഇതിൻ്റെ അകത്തൊന്നാണ് ഇത് ക്യാരറ്റെല്ലാം വെച്ചിന്. വീഡിയോ എടുക്കുന്നോണ്ടാന്നാ? വീഡിയോ എടുക്കുന്നോണ്ടാന്നാ ക്യാരറ്റെല്ലാം വെച്ചിന്? ആ, ഇതുവരെ ഇതിൻ്റെ അകത്ത് ക്യാരറ്റൊന്നും കിട്ടിയില്ല. ഇപ്പം ക്യാരറ്റെല്ലാം കിട്ടിയിട്ടാണെന്നുണ്ട്. എപ്പോഴും തിന്ന തന്നെയാണ്. ഇല്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ടാവില്ല, എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല. കഴിക്കട്ടെ. രാവിലെ ഇവരെയും വെയിറ്റ് ചെയ്തിട്ട് കുറേ സമയം നിൽക്കുന്നു. ഇനി കഴിക്കട്ടെ. ഇപ്പോൾ സാപ്പിടണം. അപ്പം എന്നാലും കഴിച്ചിടാം. എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റായേ. എന്നിട്ട് ഇവിടെ ചായ കുടിച്ച് കഴിഞ്ഞില്ല. കുറേ സമയമായിട്ട് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. പല്ലുവേദനയായിട്ട് നമ്മൾ തിന്ന് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ തിന്നോളൂ. വരുന്ന വേദനയാണെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. പല്ല് വരുന്നുണ്ട്, ഒരു പല്ല് അണ്ണാക്കിൽ വരുന്നുണ്ട്, അതിന്റെ വേദനയാണ്. അല്ലാതെ പല്ലിന്റെ കേടായ വേദനയൊന്നുമല്ല. ചായയെല്ലാം കുടിച്ച്, പക്ഷേ തിന്നാൻ കഴിയുന്നില്ല. വല്ലാത്തൊരവസ്ഥ തന്നെ. നമ്മൾ തിന്ന് കൈയായിട്ട് കുറേ സമയമായി. ഇവളിപ്പോ തിന്നോടുക്കുന്നത്. എനിക്കെന്താണ് പറയാനുള്ളത്? പറയാനൊന്നും കിട്ടൂല. പറ. വായി തുറക്കാൻ പറ്റുന്നില്ല. നല്ല കാര്യം. ഉച്ചക്ക് മറ്റേ കൗണ്ട് കുറഞ്ഞോണ്ട് ഓക്കിലെ ജ്യൂസ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ജ്യൂസ് ആക്കലാന്നമ്മ. ജ്യൂസില് കപ്പക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കപ്പക്ക, നിങ്ങളുടെ നാട്ടിലൊന്നും അറിയില്ലാറില്ലേ? കർമ്മൂസ്, വേറെ എന്തെല്ലാന്ന് പറയാ, പപ്പായ എന്നെല്ലാം പറയും. പിന്നെ ഉറുമാമ്പഴം, ബീട്രൂട്ട്, ഇതെല്ലാം എടുത്ത് അടിച്ച്, ക്യാരറ്റ്
വേവിക്കൊന്നും വേണ്ട ക്യാരറ്റ്. പല്ലിന് പ്രശ്നമുള്ളത് കൊണ്ട് ഉറുമാമ്പഴത്തിൻ്റെ ജ്യൂസ് മാത്രം എടുക്കണം. അതിൻ്റെ കല്ല് ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ജ്യൂസ് അടിക്കലാണ്, അത്രേ കൊണ്ടു. ഇതോട് കുടിക്കുന്നതല്ല എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഒരുമാതിരി മണലാണ്, അങ്ങനെ കുടിക്കുന്നൊന്നും അറിയില്ല. അപ്പൊ അത് മറ്റേത് അടിച്ചിട്ടുണ്ട്. അതടിച്ചതിന് എടുത്തു വെക്കണേ. മറ്റേ ചായപാത്രത്തിൽ എടുത്ത് വെക്ക്. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം ഒരുമിച്ച് അടിക്കണം. ഇതാ സംഭവം. അത് നേരെ അരിച്ചെടുക്കുക. അത് അരിച്ചെടുത്തിട്ട് മറ്റേ പൊടിയല്ലോ ഇല്ലേ അതിന്റെ ആവശ്യങ്ങളിലെ ആ കുരു ആ സംഭവം മുകളിൽ വരും. ആ കുരു ഒന്നും അതിൻ്റെ അകത്ത് ഇടാൻ പാടില്ല, കാരണം അരിച്ചു കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് രണ്ടാമത് അവസാനം ഈ സാധനം മുകളിൽ വരും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരിച്ചെടുക്കാൻ പറ്റും. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ സത്ത് മുഴുവൻ എടുക്കാം. നല്ലതായിരിക്കും ഒരു സമയം. അവസാനം ഫുള്ള് അരിച്ചെടുത്ത് ഇത്രയും കുരുവുണ്ട്. ഈ ഉറുമാമ്പഴത്തിന്റെ ഉള്ളിൽ കുരുവോ ഇത് മുഴുവൻ? ഇത്രയും കുരുവുണ്ട്. ഇത്രയും കുറച്ച് ഉറുമാമ്പഴത്തിൽ വിറ്റാമിൻ ഉണ്ടോന്ന് ആർക്കും അറിയില്ല, എനിക്കറിയില്ല. പക്ഷെ ഇത് എന്തായാലും അവർക്ക് തിന്നാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എങ്ങനെയും ആ ജ്യൂസ് വെട്ടിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അരിച്ചിട്ട് മതി, അത് അരിച്ചത് മതി. മറ്റുള്ളതൊന്നും ഇങ്ങനെ അരിക്കാൻ പോകുന്നില്ല. മറ്റുള്ളതെല്ലാം ജ്യൂസാക്കി എടുക്കുകയുള്ളൂ. ഈ കിണറ്റിലെ വെള്ളമൊക്കെ താണിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഷോർട്സ് ഇട്ട സമയത്ത് ഫുള്ള് വെള്ളമാണ്. ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് താണിട്ടുണ്ട് വെള്ളം. അന്ന് വ്ളോഗിടുന്ന സമയത്ത് ഏകദേശം ഇവിടുത്തം വരെ ഈ സമയം വരെ വെള്ളം എത്തിനേനെ. ഇനിയിപ്പോൾ ഫുള്ള് അങ്ങ് അടിയിലെത്തിയിട്ടുണ്ട്. അടുത്തത് ഈ ഉറുമാമ്പഴത്തിൻ്റെ അല്ലെ മാതളനാരങ്ങേൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് പൊമാഗ്രനേറ്റ് എന്ന് പറയും. ഒന്ന് അടിച്ചെടുക്കാം. ഇത് അരിക്കൊന്നും ചെയ്യില്ല, ഇതങ്ങനെ തന്നെ കുടിച്ചോളാം. അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കും. സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും അങ്ങനെയല്ലോ കുടിക്കലെന്നെ. പാടില്ല ഗൈസ്, മധുരം നമ്മൾ ഇടാൻ പാടില്ല. കാരണം ഇത് വൈറ്റമിൻ ജ്യൂസ് പറഞ്ഞാൽ പഞ്ചസാര ഏകദേശം ഒരു വിശലാണ്. അപ്പം പഞ്ചസാര അധികം തിന്നാനും പാടില്ല. മധുരം അത്രയില്ല. ബീട്രൂട്ടിനില്ല മധുരം. ബീട്രൂട്ട് ചവർപ്പ് പോലെയാണ്. കപ്പക്കും മധുരമുണ്ട്. മണം വല്ലാത്ത മണം. നല്ല കളറ്, ചോന്ന കളർന്നെല്ലാം പറഞ്ഞാൽ ബീട്രൂട്ടിന്റെ ആ ഒരു ചോള മാത്രമേ ടേസ്റ്റ് ഉണ്ട്. മധുരമില്ലേ നോക്കട്ടെ, മധുരമില്ല നോക്കട്ടെ.
അത് ലൈറ്റ് ഇട്ടിട്ടില്ലേ? ഇതാണ് ജ്യൂസ്. ഇനി നമുക്ക് കോക്ക് കൊടുക്കാം. ഇതാ ഇതാണ് ജ്യൂസ്. ഇതാ ഒരുമാതിരി അതിൻ്റെ മുമ്പിൽ സന്യാസത്തിന് ഇരിക്കുന്ന പോലെ ഇരിക്കലാണ്, പക്ഷെ കണ്ണു പൊത്തി കളിക്കലാണ്. ഹലോ, എപ്പോഴും ഈ സീറ്റിൽ തന്നെ അവൾ ഉറച്ചിരിക്കുന്ന കണ്ടിട്ട് താമസിരിക്കുന്ന പോലെ എല്ലാവർക്കും തോന്നും കേട്ടാ. ജ്യൂസാന്നും കുടിക്കുന്നുമില്ല, വെറുതെ നോക്കിയിരിക്കലാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ഉണ്ടാവണം. ബൈ ബൈ.